Hi students, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് 8ാം ക്ലാസ്സിലെ 7ാമത്തെ ചാപ്റ്ററായ ബൈസെക്ടേഴ്സ് അഥവാ സമഭാജികൾ എന്ന ചാപ്റ്ററിലെ 6ാമത്തെ ഭാഗമാണ്. അതായത് ആംഗിൾ ബൈസെക്ടേഴ്സ് അഥവാ കോണിന്റെ സമഭാജികളുടെ ഭാഗത്ത് വരുന്ന പേജ് നമ്പർ 115ലെ 2ാമത്തെ ചോദ്യമാണ്. ഇതാണ് നമ്മുടെ ലാസ്റ്റ് ചോദ്യം. ഇതിൽ 2 പാർട്ടുണ്ട്. ആദ്യത്തെ പാർട്ടാണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇവിടെ യൂസ് സ്കെയിൽ ആൻഡ് കോമ്പസ് എന്ന് പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പ്രൊട്രാക്ടർ ഉപയോഗിക്കാതെ നമുക്ക് ചെയ്യേണ്ടതാണ്. ആദ്യത്തെ ചോദ്യം 45 ഡിഗ്രി, രണ്ടാമത്തെ 135, മൂന്നാമത്തെ 75, നാലാമത്തത് 15. അപ്പോൾ 45 എന്ന് പറയുമ്പോൾ എന്താണ് നമ്മൾ ആദ്യം വരയ്ക്കേണ്ടത്? 90 വരയ്ക്കുക. 90 ഡിഗ്രി കോമ്പസ് കൊണ്ട് വരയ്ക്കുന്നത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചു തന്നിട്ടുണ്ട്. ആ 90യെ ബൈസെക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 45 ഡിഗ്രി. ഇവിടെ ആർക്ക് വരും, അത് ജോയിൻ ചെയ്യുമ്പോൾ 45 ഡിഗ്രി കിട്ടും. ഇനി 135 എന്ന് പറഞ്ഞാൽ എന്താണ്? 90യുടെ കൂടെ 45 ആഡ് ചെയ്യുമ്പോഴല്ലേ 135 കിട്ടുന്നത്. അപ്പൊ 90 വരയ്ക്കാനും അറിയാം, നമുക്ക് 45 വരയ്ക്കാനും അറിയാം. പക്ഷെ 90യെ ബൈസെക്ട് ചെയ്ത് 45 അല്ല വരയ്ക്കുന്നത്. ഈ 90യുടെ അപ്പുറത്തേക്ക് 45 വരയ്ക്കുക. എന്നാലേ ഉള്ളൂ ആ 90 ഇവിടെ ഉണ്ട്, ഇപ്പുറത്ത് 45 വരുമ്പോൾ ടോട്ടൽ 135 വരും. ഇനി 75 വരയ്ക്കുന്നത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അതായത് എങ്ങനെയാണ് 90 വരയ്ക്കുക? 90 വരയ്ക്കണമെങ്കിൽ 60 ആദ്യം വരയ്ക്കണം. ഇങ്ങനെ ഒരാൾക്ക് 60 കിട്ടും. ഈ 60യും 90യും തമ്മിൽ 30 ഡിഗ്രി ഉണ്ട്. അതിനെ ബൈസെക്ട് ചെയ്യുമ്പോൾ ഇതിലെ ഇങ്ങനെ 75 കിട്ടും. അതായത് ഇവിടെ ബൈസെക്ടർ വന്നിട്ട് 75 കിട്ടും. ഇനി 15 ഡിഗ്രിയോ? ഈ ആദ്യം വരച്ച 60യെ ബൈസെക്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 30 വരും. അതായത് 30 ഇങ്ങനെ വരും. അതിനെ വീണ്ടും ബൈസെക്ട് ചെയ്യുമ്പം എന്ത് കിട്ടി? 15 കിട്ടി. അപ്പൊ നമുക്ക് ആദ്യം 45 ഡിഗ്രി വരയ്ക്കാം. അതിനു വേണ്ടിയിട്ട് നമുക്ക് 90 ആണ് ആദ്യം വരയ്ക്കേണ്ടത്. സ്ട്രെയിറ്റ് ലൈൻ വരച്ചു. ഏതെങ്കിലും ഒരു മെഷർ എടുക്കുക. ആർക്ക് വരച്ചു, അളവ് മാറ്റാതെ. 60 ഡിഗ്രി വരച്ചു. പിന്നെ 120 വരയ്ക്കണം. വരച്ചു. പിന്നെ അതിനെ ബൈസെക്ട് ചെയ്യുമ്പോൾ 90 കിട്ടും. ഇപ്പൊ 90 ആയി. ഇനി 90യെ ബൈസെക്ട് ചെയ്യണം. അപ്പൊ 90 നമുക്ക് ഇവിടെ ജോയിൻ ചെയ്യാം. അപ്പൊ ഇതാണ് 90 ഡിഗ്രി. 90യെ ബൈസെക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ 90 ഡിഗ്രി ആംഗിൾ ഇവിടം വരെയാണ്. അപ്പം അതിന് അവിടെ കുത്തിയിട്ട് മെറ്റൽ ടിപ്പ് വെച്ച് ഒരാർക്ക് വരയ്ക്കുക. പിന്നെ 0 സ്റ്റാർട്ട് ചെയ്യുന്ന ആ സ്ട്രെയിറ്റ് ലൈനെ വെച്ച് ഒരാർക്ക് വരയ്ക്കുക. ഇവിടം തൊട്ട് ഇവിടം വരെയാണ് 45 ഡിഗ്രി. ഇനി 135 വേണം നമുക്ക്. രണ്ടാമത്തത് 135 ആണ്. അപ്പം അതിനെ നമുക്ക് 90യുടെ കൂടെ 45 ഇടത്തോട്ട് വരയ്ക്കണം. കാരണം 90 പ്ലസ് 45 ആണ് 135. അപ്പോൾ ബാക്കിയുള്ളത് 90 അല്ലേ. അപ്പം ഞാൻ ഈ ഫിഗറിൽ തന്നെ 135 കൂടെ കാണിക്കുകയാണ്. അപ്പോൾ ഈ സ്ട്രെയിറ്റ് ലൈൻ അങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുക. അപ്പോൾ ഈ ആംഗിൾ 90 ആണ്, ഈ ആംഗിളും 90 ആണല്ലോ. അപ്പോൾ ഇതിനെ ബൈസെക്ട് ചെയ്താൽ മതിയല്ലോ. ഇതിനെ ബൈസെക്ട് ചെയ്യാൻ വേണ്ടി ഈ ആർക്കിനെ എക്സ്റ്റെൻഡ് ചെയ്താൽ മതി. ആർക്കിനെ എക്സ്റ്റെൻഡ് ചെയ്ത് നമുക്ക് ഇവിടെ എത്തിക്കണം. എന്നാലേ ബൈസെക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇനി ഇവിടെ ബൈസെക്ട് ചെയ്യാം. കണ്ടല്ലോ, ഇത് ജോയിൻ ചെയ്യുന്നു. അപ്പൊ ഇവിടം തൊട്ട് എവിടം വരെയാണ് 135. ഇത് ടോട്ടൽ, ഇത് മുഴുവനും കൂടെയാണ് 135 ഡിഗ്രി വന്നിരിക്കുന്നത്. ഇത് 0 ഡിഗ്രി ഇവിടെ നിന്ന് തുടങ്ങി 45 വന്നു, 90 വന്നു. ഇവിടെ എത്തിയപ്പോൾ എത്രയായി? 135 ഡിഗ്രിയായി. ഇനി നമുക്ക് 75 വേണം. 75 ആണ്. 75 ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചതാണ്. അപ്പോൾ ആദ്യം
സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുന്നു. ഇഷ്ടമുള്ള മെഷറിൽ ആർക്ക് വരയ്ക്കുന്നു. ഡിഗ്രി വരയ്ക്കുന്നു. 120 വരച്ചു. വരച്ചു. ഇതാണ് 90, ഇത് 60, ഇത് 90 ആണല്ലോ. 60യുടെയും 90യുടെ ഇടയ്ക്ക് 30 ഡിഗ്രി ടോട്ടൽ ഉണ്ട്. നമുക്ക് 60യുടെയും 90യുടെയും നടുക്ക് വരുന്ന 75 ആണ് വേണ്ടത്. അപ്പോൾ ഇത്രയും ഭാഗമാണ് ബൈസെക്ട് ചെയ്യേണ്ടത്. കിട്ടിയല്ലോ. അതായത് ഇതാണ് 75. ഈ റെഡ് കളറിലാണ് 75 ഡിഗ്രി. ഇനി ഞാൻ 15 ഡിഗ്രിയും ഇതിൽ തന്നെ കാണിക്കുകയാണ്. 15 ഡിഗ്രി എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? 60യെ ബൈസെക്ട് ചെയ്യുമ്പോൾ 30 കിട്ടും. ആ 30യെ വീണ്ടും ബൈസെക്ട് ചെയ്യുമ്പോൾ 15 വരും. അപ്പോൾ നമുക്ക് 60യെ ബൈസെക്ട് ചെയ്യാം. അപ്പോൾ 60യെ ബൈസെക്ട് ചെയ്തു. 30 കിട്ടി. ഞാൻ വീണ്ടും ബൈസെക്ട് ചെയ്യുക. അതായത് ഇത് 0, ഇത് 30. ഇവിടെ 0 ഡിഗ്രി തുടങ്ങി ഇതിവിടെ എത്തിയപ്പോൾ 30 ആയി. ഇനി ആ 30യെ ബൈസെക്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 15 ഡിഗ്രി കിട്ടും. അപ്പോൾ ഇതാണ് 15 ഡിഗ്രി. ക്ലിയർ ആയോ? 15 ഡിഗ്രി, 30 ഡിഗ്രി, 60 ഡിഗ്രി, 75 ഡിഗ്രി, 90 ഡിഗ്രി. ഇനി ഈ ചോദ്യത്തിൻ്റെ രണ്ടാമത്തെ പാർട്ട് നമുക്ക് ചെയ്യാം. ഇവിടെ ചോദ്യം ഇതാണ്: ഡ്രോ എ ട്രയാങ്കിൾ ഹൂസ് വൺ സൈഡ് ഈസ് 6 സെന്റിമീറ്റർ ആൻഡ് ആംഗിൾസ് അറ്റ് ദ എൻഡ് പോയിന്റ്സ് ഓഫ് ദ സൈഡ് ആർ 67.5 ഡിഗ്രി ആൻഡ് 22.5 ഡിഗ്രി. അപ്പോൾ നമുക്കിവിടെ 67.5 22.5 ഒക്കെ വരുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു അല്ലേ? നമ്മൾ ഡബിള് കാണണം. ഡബിള് കണ്ടിട്ട് അതിനെ ബൈസെക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ 67.5 എന്ന് പറയുമ്പോൾ 67.5 ആണ്. 67.5 ആണ്. അതിൻ്റെ ഡബിള് കാണുക. 135 ആണല്ലോ വരുന്നത്. ഇനി 22.5 എന്ന് പറയുമ്പോൾ 22.5 ആണ്. അതിൻ്റെ ഡബിള് കാണുമ്പോഴോ 45 ഡിഗ്രിയാണ് വരുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് വേണ്ടത് 6 സെന്റിമീറ്റർ ആണ് വേണ്ടത്. ഒരു സൈഡ് 6 സെന്റിമീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്. 6 സെന്റിമീറ്റർ വരച്ചു. ഇനി 135 നമ്മളിപ്പോൾ തൊട്ട് മുമ്പേ 135 വരച്ചതാണ് അല്ലേ? അതേ മെത്തേഡിൽ തന്നെ 135 വരയ്ക്കുക. ഇഷ്ടമുള്ള അളവിൽ ആർക്ക് വരയ്ക്കുക. 60 വരയ്ക്കുക. 120 വരയ്ക്കുക. പിന്നെ അടുത്തതാണ് 180 വരുന്നത്. അപ്പം നമുക്കിവിടെ എക്സ്റ്റെൻഡ് ചെയ്യണമല്ലോ അല്ലേ? നമുക്ക് ഡോട്ടഡ് ലൈൻ യൂസ് ചെയ്താൽ മതി. അപ്പം നമുക്ക് 6 സെന്റിമീറ്ററുമായിട്ട് മിക്സ് ആയി പോവുകയല്ല. 90 വരയ്ക്കണമല്ലോ ആദ്യം. ഇപ്പം ലെഫ്റ്റിൽ കിടക്കുന്ന 45നെ ബൈസെക്ട് ചെയ്താൽ മതി. അപ്പോൾ 135 കിട്ടും. ഇതാണ് 135. ഈ 135നെ ബൈസെക്ട് ചെയ്യണം അല്ലേ? അതായത് ഇവിടം തൊട്ട് ഇവിടം വരെയാണ് 135. അതിനെ ബൈസെക്ട് ചെയ്യുമ്പോൾ ഇവിടെ വരും. അപ്പോൾ 67.5 എന്ന് കിട്ടും. കണ്ടല്ലോ? കോമ്പസിന്റെ മെറ്റൽ ടിപ്പ് വെക്കുന്ന സ്ഥലം ശ്രദ്ധിക്കുക കേട്ടോ.
ഇപ്പോൾ റെഡ് കളറിൽ വരയ്ക്കുന്ന സ്ട്രെയിറ്റ് ലൈനാണ് 67.5. ഇതാണ് 67.5 ഡിഗ്രി. ഇനി നമുക്ക് 22.5 ഇവിടെ വരയ്ക്കണം. അതായത് 45 വരച്ചിട്ട് വേണം 22.5. അപ്പോൾ 45 വരയ്ക്കാൻ അറിയാമല്ലോ. ആദ്യം 90 വരയ്ക്കണം. 90 വരയ്ക്കാൻ വേണ്ടി 60 വരച്ചു, 120 വരച്ചു. ഇനി അതിനെ ബൈസെക്ട് ചെയ്യണം. ഇപ്പം 90 ആയി. ഇതിനെ ബൈസെക്ട് ചെയ്യുമ്പോൾ 45 കിട്ടും. അതും ഞാൻ റെഡ് കളറിലാണ് വരയ്ക്കുന്നത്. അതിനെ എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ ട്രയാങ്കിൾ ആയല്ലോ. കണ്ടോ, ഇതാണ് 45 ഡിഗ്രി. ഞാൻ ബേസും കൂടെ റെഡ് കളറിൽ മാർക്ക് ചെയ്യാം. അപ്പം നമ്മുടെ ട്രയാങ്കിൾ കിട്ടിയല്ലോ. കുറച്ച് തിക്കായിട്ട് ബേസ് മാർക്ക് ചെയ്യാം. കേട്ടോ, റെഡ് കളറിലെ ട്രയാങ്കിളാണ് നമ്മളോട് കൺസ്ട്രക്ട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പം എല്ലാവർക്കും മനസ്സിലായല്ലോ. നമ്മുടെ ഈ ചാപ്റ്റർ കഴിഞ്ഞു. ഇനി അടുത്ത ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ അടുത്ത പാർട്ടാണ്. അടുത്ത ടെക്സ്റ്റ് ബുക്കാണ്. അപ്പോൾ എല്ലാവരും വരച്ച് പഠിക്കുക. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. വിഷ് യു ഓൾ ദി ബെസ്റ്റ്.